കുറച്ച് തൂളിമീൻ കിട്ടിയിട്ടുണ്ട്. നാടൻ മസാല ഒന്ന് അടിപൊളിയായിട്ട് വറുത്തെടുക്കാം. നല്ല ഫ്രഷ് മീനാണ്. ഇതൊന്ന് വെട്ടിയെടുക്കാൻ. ആദ്യമേ വലിയ മീനാണ് വെട്ടുന്നത്. ഇത് നല്ല മുള്ളുള്ള മീനാണ്. ഇത് ചെറുതായിട്ട് വരഞ്ഞ് വേണം വറക്കാൻ. നല്ല രീതിയിൽ നാടൻ മസാലയിൽ നമ്മൾ വറുത്തെടുക്കണം. ഇതിൻ്റെ പുറം ഒന്ന് നന്നായിട്ട് ചെത്തിയെടുക്കണം. ഇതുണ്ടോ, തോനെയുള്ളതുകൊണ്ട് 2 പേരിരുന്നാണ് വെട്ടുന്നത്. ലാസ്റ്റ് മീന ഇതും കൂടെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. മോൻ ഈ മീനൊക്കെ തിന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇന്ന് വറുത്ത് തിന്നണേ. വറുത്തേ നമുക്ക് അടിക്കാം കേട്ടോ. മീൻ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഒരു വെള്ളം ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ അകമെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരു വെള്ളം ഒന്ന് കഴുകി കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ മടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഉപ്പും വിനാഗിരി ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ചിരണ്ടി വൃത്തിയാക്കി അങ്ങ് എടുത്താൽ മതി. ഇതുണ്ടോ, നല്ലപോലെ അങ്ങ് വെളുക്കും. ഇതിൻ്റെ അകമൊക്കെ കീറി അഴുക്കെല്ലാം എടുത്ത് കളയണം. ഇതിന് മുള്ളുള്ളതുകൊണ്ട് അടുപ്പിച്ച് വരയിട്ട് പോകണം. മീൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് മസാല ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് ഉണക്കമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത മസാല ഒന്ന് ഇടുക. അത് കഴിഞ്ഞ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. പുരട്ടിയിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് പുരട്ടുക. ഉപ്പുണ്ടോയെന്ന് നോക്ക്. ഉണ്ടോ? നമുക്ക് വറുത്താൽ മതി ഇല്ലേ? ഈ മീനിനകത്തോട്ട് പുരട്ടാൽ നമുക്ക് മസാല. നാടൻ മസാലയാണ്. നമ്മൾ അരച്ചെടുത്ത മസാലയാണ്. ചെറുതായിട്ട് വരഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തെല്ലാം നല്ലപോലെ മസാല കയറും. ഇതുണ്ടോ, നല്ലപോലെ മസാല അങ്ങ് കയറും. ഇതൊരു അരമണിക്കൂർ ഇതൊന്ന് ഇരിക്കട്ടെ. തീ ഒന്ന് കത്തിക്കാൻ പോവാ. തീ കത്തിച്ചിട്ടുണ്ട്. ഉരുളി വെക്കുക. ഉരുളി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടുക. മസാല പുരട്ടി വെച്ചേക്കുന്ന മീൻ ഇതിനകത്തോട്ട് ഇടുക. നെയ്യുള്ള മീനാണ്. തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. 3 എണ്ണം എണ്ണയ്ക്കകത്ത് നല്ലപോലെ മുങ്ങി കിടന്ന് വേവണം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നന്നായിട്ട് മുരിച്ചെടുക്കണം. റെഡിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് നന്നായിട്ട് മുരിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില,
നല്ല മഴയൊക്കെ വരുന്നുണ്ട്. 2-3 ട്രിപ്പായിട്ടേ വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് തിരിച്ചിടുക. റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പാണ്, ഒരെണ്ണം കൂടെ ഉണ്ട്. കപ്പയും മീൻകറിയായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. മീൻ വറുത്തതും മത്തിക്കറിയും കപ്പയും മീൻ വറുത്തതും തൂളി വറുത്തതും. ലാസ്റ്റ് ട്രിപ്പ് കോരുക. മത്തിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. അവിടെ വെച്ചോളൂ. അതെ മഴ ആയതുകൊണ്ടാണ് വീട്ടിൽ വെച്ച് ചെയ്യുന്നത്. കുറച്ച് മത്തിക്കറിയും കൂടി ഇതിൻ്റെ മേളിലോട്ട്, കപ്പയുടെ മേളിലോട്ട് ഒഴിക്കുക. ടേസ്റ്റ് ചെയ്യാൻ പോവാ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. മുള്ളൊക്കെ കുറവാണ്. ഇത് അടുപ്പിച്ച് വരയിട്ട് കഴിഞ്ഞാൽ മുള്ള് അറിയത്തില്ല. മത്തിക്കറിയും കപ്പയും മീൻ വറുത്തതും അടിപൊളിയാ കേട്ടോ. കൊച്ചു ടേസ്റ്ററും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ കേട്ടോ. ചെറിയ ഒരാൾ. ചീനിയും മത്തിക്കറിയും തൂളി വറുത്തതും അടിപൊളി, സൂപ്പർ സാധനം. രാഷേ എങ്ങനെയുണ്ട് തൂളി വറുത്തതും മത്തിക്കറിയാണ്? എങ്ങനെയുണ്ട് കൂട്ടു? കേശുവേ, കേശു കൊള്ളാവോ? മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം.